ഇപ്പൊ പഴയ പാട്ടുകൾ പാടുമ്പോഴേ ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ ഒക്കെ അങ്ങനത്തെ ഒരു കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ പാടുമ്പോൾ അല്ല കേൾക്കുമ്പോൾ മോന് ഞാൻ ആ പാട്ട് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി, അല്ലെങ്കിൽ നന്നായി എന്താ സെൻസ് അങ്ങനെയല്ല, ഞാൻ ആ പാട്ട് പാടി എനിക്ക് അന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയേനെ നല്ല സംഭവം ഉള്ളൊരു പാട്ടുകളുണ്ടാവും. ഒരിക്കലും ഇല്ല. കാരണം ഭയങ്കര ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പഴയ സിംഗിങ് ഇന്നത്തെ സിംഗിങ്. അല്ല നമുക്കൊരു ആഗ്രഹം അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പാടുന്നത് കേൾക്കാൻ സുഖമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പണ്ട് പാടിയിരുന്നൊരു പരിപാടിയേ അല്ല ഇപ്പോൾ. കാരണം പണ്ടിട്ടിരുന്നവരുടെ എഫേർട്ടും വേറെ ആയിരുന്നു. അതിപ്പോൾ പാട്ടിനോടുള്ള ഇഷ്ടം എന്നുള്ളതിനപ്പുറത്ത് വേറെ വഴി ഉണ്ടായിരുന്നില്ല. പണ്ടിപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഒരു സിംഗർ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പല ടേക്ക് പോവാം. ഞാനിപ്പോ പ്രത്യേകിച്ച് രാവിലെ എനിക്കിപ്പോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് സാധകമൊക്കെ ചെയ്ത് വെള്ളിയൊന്നും വീഴാത്ത രീതിയിൽ തൊണ്ടേനൊക്കെ സൂക്ഷിച്ച് പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ടെക്നോളജി എനിക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് തെറ്റിയാലും അടുത്ത് എടുക്കാലോ എന്നുള്ള, മറ്റു വേറെ ഓപ്ഷൻ ഇല്ല. ആദ്യം തുടങ്ങിയാൽ തീരുന്നവരെ തെറ്റാൻ പാടില്ല. നമ്മൾ ഈ ഫ്ലോ ഉണ്ടാവണം, തൊണ്ട നന്നായിരിക്കണം, ഇടയ്ക്ക് ക്രാക്ക് വരാത്ത രീതിയിൽ തൊണ്ടനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഈ പറഞ്ഞ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും, നേരെയാക്കേണ്ടി വരും, ഈ ഉറക്കം പ്രോപ്പർ ആവേണ്ടി വരും, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, വരുന്നതിന് മുന്നേ വാം അപ്പ് ചെയ്തിട്ട് ഇതാക്കേണ്ടി വരും.